നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു ബീഫ് പെരട്ട് ഉണ്ടാക്കാം. ഞാനൊരു കുക്കറിൽ വെച്ച് കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ച് എടുത്തിരിക്കുന്നതാണ്. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മതി. കണ്ടില്ലേ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില, ഇത് മതി. കുറച്ച് കടുകിടുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കുറച്ച് ഏലക്കയും ലോങ്ങും ഒക്കെ ഇടാം. പട്ട ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പട്ട നല്ലതാണ്. ഞാൻ പക്ഷേ ഇന്ന് ഇതിനകത്ത് നമ്മൾ മസാലയ്ക്കകത്ത് വരുന്നത് കരിയാപ്പില ഇടുന്നു, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടുന്നു, കുറച്ചും കൂടെ കരിയാപ്പില പിന്നെ ആഡ് ചെയ്യുന്നു, നമ്മുടെ സവോള ഇടുന്നു. നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും ഞാൻ എല്ലാവരും ഓരോന്നോരോന്ന് എടുത്ത് ഞാൻ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ സാധനങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് ഈ മൺചട്ടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതലാണ് കൂട്ടുകാരെ. ഓക്കെ, ശ്രദ്ധിക്കുക. മൺചട്ടിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് വളരെ ടേസ്റ്റായിട്ട് വരും. ഓക്കെ, ടേസ്റ്റ് നല്ലതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാല, മുളക് പൊടി ഇടുന്നു, മഞ്ഞപ്പൊടി ഇടുന്നു. മഞ്ഞപ്പൊടിയൊക്കെ ഓൾറെഡി നമ്മൾ എല്ലാത്തിനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നു. മല്ലിപ്പൊടി ഇട്ടു. പിന്നെ മീറ്റ് മസാല ഇടണം. നമ്മൾ മീറ്റ് മസാലയും കുരുമുളക് പൊടിയും ഗരം മസാലയും നമ്മളെല്ലാം ആഡ് ചെയ്തു. എന്നിട്ടിത് നല്ലതായിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നല്ല മണമൊക്കെ വരും കേട്ടോ. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഗരം മസാലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇടുക. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ ഇടും. അത് ചിട്ടു എന്ന് പറഞ്ഞാൽ പോകുന്നില്ല. ഇതിൻ്റെ ഫ്ലേവറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ കുറച്ച് തക്കാളി ആഡ് ചെയ്യണം കേട്ടോ. അപ്പം ആ ഫ്ലേവറെല്ലാം നമ്മൾ ഈ ഇറച്ചിയിലേക്ക് നമുക്ക് കണ്ടമാനമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഞാൻ കുറച്ച് കൊറിയൻഡർ ലീഫും കൂടെ ഇലയും കൂടെ ഇട്ടിട്ടുണ്ട്, മല്ലിയില. നല്ലതായിട്ട് സ്ലോലി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. മെല്ലെ ചെയ്യണം, വളരെ മെല്ലെ ചെയ്താൽ മതി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മണം വരും. അത് കഴിഞ്ഞ് നല്ലതായിട്ട് അതായിട്ടുണ്ട് കേട്ടോ. നോക്കൂ, അതിൻ്റെ കളർ നിങ്ങൾ നോക്കൂ, നിങ്ങൾ എന്താ രസമായിട്ടാണ്. ഇനി നമുക്ക് നമ്മളുടെ ബീഫ് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് മെല്ലെ ഇതൊന്ന് ഇളക്കി നല്ല ഇതിനകത്തോട്ട് മസാലയൊക്കെ അങ്ങ് പിടിച്ചിട്ട് അങ്ങ് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി പിടിപ്പിക്കണം. ഓക്കെ, സ്ലോലി, ധൃതിയൊന്നും കൂട്ടണ്ട, വളരെ ഇതായിട്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി ആ ചൂടത്ത്, അതായത് അതങ്ങനെ നിൽക്കണം, അങ്ങനെ ചെറിയ ചൂടിൽ ആ ചട്ടിയുടെ ചൂടിലിങ്ങനെ, അതായത് നമ്മൾ ഒത്തിരി കൂട്ടിയൊന്നും ഇടരുത് ഗ്യാസ്. വളരെ ചെറിയ ചൂടിൽ അതിങ്ങനെ ഒന്ന് വെന്ത് വരും. ഒരു 15-20 മിനിറ്റ് അങ്ങനെ കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഇത് ചളിയിപ്പിക്കല്ലേ, അവിടെ നമ്മളുടെ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് പോയി. നമ്മൾ ഒരിക്കലും കുക്കറിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പോകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വേവ് നിർത്തി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യുമ്പോൾ, നമ്മൾ ഈ കറിച്ചട്ടിയിൽ ചെയ്യുമ്പോഴുള്ള ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റാണ്. ഇത് റെഡിയായി കൂട്ടുകാരെ. നോക്കിയാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കിയേ, ഇത്ര രസകരമായിട്ട്. എന്താ അതിൻ്റെ ഒരു മണമെന്നറിയോ? ഇത് നമുക്ക് നമ്മുടെ പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് എൻ്റെ ചാനൽ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.